കൂട്ടുകാരെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാനിവിടെ സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു. അപ്പൊ നമ്മൾ രാവിലെ പാക്കിംഗ് ആണ് കേട്ടോ. പുറത്ത് നല്ല മഴയായിരുന്നു ഇന്നലെ. മിറ്റം അടിക്കാൻ സമയം കിട്ടിയിട്ടില്ല. നിറച്ച് ചപ്പും കുറെ ചാമ്പങ്ങയൊക്കെ വീണ് കിടക്കുവാണ് കേട്ടോ. അതൊക്കെ ഇനി വൈകുന്നേരം വന്നിട്ട് അടിക്കാൻ ഓർത്തു. നമുക്ക് അത്രയും രാവിലെ പാക്ക് ചെയ്ത് വിടാനുണ്ട്. ഒരു 5 ട്രിപ്പെങ്കിലും ഇതുപോലെ ടേബിളിലേക്ക് കൊണ്ടുവച്ചിട്ട് നമുക്ക് ഇന്ന് പാക്ക് ചെയ്ത് വിടാനുണ്ട്. അപ്പൊ അതിന്റെ ഒരു വെപ്രാളവും ടെൻഷൻ എനിക്ക് എന്തായാലും ഉണ്ട് രാവിലെ. അതുകൊണ്ട് നമ്മൾ രാവിലെ തന്നെ പാക്കിങ് തുടങ്ങിയേക്കാണ്. അശ്വമുച്ച് പോയി ഓൾറെഡി. അങ്ങനെ പിന്നെ ഞാൻ വേഗം ഡോഗ്സിനൊക്കെ ഫുഡ് കൊടുത്തു, നമ്മുടെ പെറ്റ്സുകൾക്കൊക്കെ ഒന്ന് ഫുഡ് കൊടുത്തു. അത് മാത്രം. പിന്നെ ഞാനൊരു ചപ്പാത്തിയും കഴിച്ചു കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പൊ ബാക്കി ഇനിയിപ്പോ നമ്മൾ വേഗം പാക്കിങ് തുടങ്ങുവാണ്. ഒത്തിരി ഹെവി ആയിട്ടുള്ള പാക്കിങ് ഇന്നില്ല, കുറച്ച് സിമ്പിൾ തിങ്സാ. അതുകൊണ്ട് എനിക്ക് കുറച്ച് സമാധാനമുണ്ട്. വേഗം വേഗം നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റുമെന്നൊരു പ്രതീക്ഷയുണ്ട്. അപ്പം ഒരു 11:30 ആകുമ്പോഴത്തേക്ക് ഞാൻ അമൃതയോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് പാക്ക് ചെയ്ത് നമുക്ക് ഇത് കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ നമുക്കൊന്ന് പുറത്ത് പോകണം, കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അതൊക്കെയാണ് ഇന്ന് എന്റെ പ്ലാന്. അപ്പൊ ഞാൻ ജസ്റ്റ് ഓവറോൾ കാണിച്ചു തരാം ഓരോരുത്തർ എന്തൊക്കെയാണ് മേടിച്ചിരിക്കുന്നതെന്ന്. എന്നിട്ട് ഞാൻ വേഗം പാക്ക് ചെയ്യട്ടെ. പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പറ്റിയ വേറെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം കേട്ടോ. ഇത് കണ്ടു കൂട്ടുകാരെ, തേങ്ങ കമ്പിയും അതുപോലെ കസ്തൂരി മഞ്ഞളും പപ്പായ സോപ്പാണ്. പപ്പായ സോപ്പയുടെ ലാസ്റ്റ് പീസ് ആയിരുന്നു. ഇനി എനിക്ക് ഇന്ന് വൈകുന്നേരം എന്തായാലും പപ്പായ സോപ്പ് റെഡിയാക്കണം. ഇത് പിന്നെ നമ്മുടെ ബോഡി മോയ്സ്ചറും ലിപ്പാമും ഒക്കെയാണ്. ഇവര് നമ്മുടെ ഗീയും പ്ലെയിൻ ലിപ്പാമോ മേടിച്ചേക്കുന്നത് ചുണ്ടിന്റെ കെയറിന് വേണ്ടിട്ട് കേട്ടോ. ഇത് 1 kg ചില്ലി പൗഡർ ഉണ്ട് കേട്ടോ അതിന്റെ അടിയിൽ. പക്ഷെ എനിക്കത് ലേബൽ ഒട്ടിക്കാൻ പറ്റില്ല. ആവശ്യം സൺഡേ എനിക്ക് ലേബലൊക്കെ റെഡിയാക്കി തരുള്ളൂ. അപ്പൊ അങ്ങനെ. പിന്നെ ഇത് കറിമഞ്ഞളാണ് 1 kg. പിന്നെ അവര് ബോഡി മോയ്സ്ചറും മേടിച്ചേക്കുന്നത്. പിന്നെ വീട്ടിലെ പുളി നമ്മുടെ നല്ല വാളം പുളിയാണ് കേട്ടോ. കുരു കളഞ്ഞ വാളം പുളിയാണ് അത്. അപ്പം അതൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇതൊക്കെ പിന്നെ സാധാരണ പോലെ കസ്തൂരി മഞ്ഞൾ, ബ്യൂട്ടി ഓയിൽ അങ്ങനെയാണ്. പിന്നെ ഇതാ ഫേസ് വാഷ് പൗഡർ അങ്ങനെയൊക്കെയാണ്. ഇതൊരു മരത്തവിയാണ്. മരത്തവി എല്ലാവരും മേടിക്കുന്നുണ്ട്. അടിപൊളിയാണ്. നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് ക്ലാസി ലുക്കുകളാണ്. വിരുന്നുകാരൊക്കെ വരുമ്പോൾ നമുക്ക് ടേബിളിലൊക്കെ കൊണ്ടുപോകാനും നമ്മുടെ തന്നെ യൂസിനാണെങ്കിലും അത് ഒറ്റയ്ക്ക് ഇങ്ങനെ തന്നെ മേക്ക് ചെയ്തേക്കുന്നതുകൊണ്ട് അതിന്റെ ആണി ഇളകി പോവോ അങ്ങനെ പൊട്ടിപ്പോവോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അവര് മേടിച്ചേക്കണ വാളംപുളിയും കൊടംപുളിയുമാണ് കേട്ടോ. വയനാടൻ കൊടംപുളിയാണ് അത്. പിന്നെ ഇത് നമ്മുടെ വീട്ടിലെ പുളി എന്ന് പറയുന്നത് നല്ല കുരുവൊക്കെ കുത്തി കളഞ്ഞിട്ട് നല്ല നാടൻ പുളിയാണ് കേട്ടോ. അങ്ങനെ അത്. പിന്നെ ഇതാ ബ്യൂട്ടി ഓയില്, കസ്തൂരി മഞ്ഞള് അതൊക്കെ തന്നെയാണ് എല്ലാവരും മേടിച്ചേക്കുന്നത്. ഇതാ ഇത് പ്ലെയിൻ ലിപ്പാമാണ്, ഇത് പിങ്ക് ലിപ്പാമാണ്. ഇവരാണെങ്കിൽ എന്താ 3 സാധനങ്ങൾ ബ്യൂട്ടി ഓയിലും ബോഡി മോയ്സ്ചറും അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ചേക്കണം. ഇതെല്ലാം കസ്തൂരി മഞ്ഞള്. അങ്ങനെയാണ് ആദ്യത്തെ ട്രിപ്പ്. ഇത് വേഗം ഞാൻ അങ്ങ് പാക്ക് ചെയ്യട്ടെ. ഇത് പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഒരു 4 ട്രിപ്പോടെ ഇതുപോലെ കൊണ്ടുവച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം പാക്ക് ചെയ്യാം. പക്ഷെ സിമ്പിൾ തിങ്സാ ഇതേപോലെയുള്ള. അതുകൊണ്ട് എനിക്ക് സമാധാനമുണ്ട്. ഞാൻ പെട്ടെന്ന് എടുത്ത് പാക്ക് ചെയ്ത് തീർക്കുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. എന്നാൽ ഞാൻ വേഗം തുടങ്ങട്ടെ കേട്ടോ. ഇത് 1 kg കാശ്മീരി ചില്ലിയും അതുപോലെ റെഡ് ചില്ലിയും കൂടി മിക്സ് ചെയ്ത് പൊടിപ്പിച്ചേക്കണം. അപ്പൊ കളറും കിട്ടും, അത്യാവശ്യം എരിവും കിട്ടും. ആ രീതിയിൽ 1 kgയുടെ പാക്കറ്റ് ആണ് കേട്ടോ. അതിൽ ലേബൽ ഒട്ടിക്കാൻ പറ്റില്ല. സൺഡേ അശുഭച്ചിന് എനിക്ക് ലേബൽ എടുത്ത് തരത്തുള്ളൂ. അവൻ ഫ്രീ ആവത്തുള്ളൂ. അപ്പം അത് ലേബലൊക്കെ ഡിസൈൻ ചെയ്തുണ്ടാക്കണ്ടേ. അതുകൊണ്ടാണ്. ഇത് നമ്മുടെ വാളംപുളി ഞാൻ പറഞ്ഞല്ലോ, അതാണ്. പിന്നെ അവര് മേടിച്ചേക്കുന്ന കറിമഞ്ഞളാണ്. കറിമഞ്ഞൾ എല്ലാവരും മേടിക്കുന്നുണ്ട്. കുറുക്കുമനടങ്ങിയ കറിമഞ്ഞൾ കഴിച്ചിട്ടേ കാര്യമുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് ഇമ്മ്യൂണിറ്റിയും കൂടി കിട്ടത്തുള്ളൂ. നമുക്ക് വയറിലെ പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങി പിന്നെ അതിൽ നിന്നുള്ള വിറ്റാമിനും ഒക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം നമ്മൾ ഈ പുറമേന്ന് ഇങ്ങനെ മേടിക്കുന്ന ചണ്ടി കളർ മുക്കിയതായിരിക്കും. അങ്ങനെയൊക്കെ ഉള്ളത് മേടിച്ചിട്ട് എല്ലാ കമ്പനി എങ്ങനെയാണെന്ന് അറിയില്ല, എന്നാലും മോസ്റ്റ്ലി അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കാര്യമില്ല. അപ്പൊ നമ്മൾ വീട്ടിൽ കഴിയുകയാണെങ്കിൽ പൊടിച്ചെടുക്കുന്ന കറിമഞ്ഞൾ മേടിച്ചിട്ടേ കാര്യമുള്ളൂ. അതുകൊണ്ടാണ് എല്ലാവരും അങ്ങനെ മേടിക്കുന്നത് കേട്ടോ. പിന്നെ അവിടെ ബോഡി മോയ്സ്ചർ മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഞാൻ ആദ്യം ഒന്ന് പാക്ക് ചെയ്യട്ടെ. ബാക്കി ഇങ്ങോട്ട് നീക്കി വെക്കാം. അധികം ഇവിടെ നിരത്തി വെക്കാൻ സ്പേസ് ഇല്ല നമ്മുടെ ടേബിളിൽ. അപ്പൊ ഇത്രയും പാക്ക് ചെയ്തിട്ട് അടുത്ത ട്രിപ്പ് കാണാം കേട്ടോ. ലാസ്റ്റ് ടൈം ഞാനൊരു വീഡിയോ ഇട്ടില്ലേ, അപ്പൊ ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോ കുറെ പിള്ളേർ എന്നോട് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. 2 പിള്ളേരെ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിരുന്നു. ചേച്ചീന്റെ പഴയ ഫോട്ടോസ് ഒക്കെ അതിൽ കാണിച്ചില്ലേ, അതിന് ചേച്ചിക്ക് അത്ര കളർ ഇല്ലല്ലോ, ഇപ്പൊ ചേച്ചിക്ക് കുറേം കൂടി കളർ കൂടിയിട്ടുണ്ടല്ലോ, അപ്പൊ കളർ കൂടാൻ ചേച്ചി എന്താ ചെയ്തേ, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിയാണ്, പണ്ട് എനിക്ക് അത്രയും കളർ ഉണ്ടായിരുന്നില്ല, അതിനേക്കാളും കുറച്ച് കളർ ഇപ്പൊ കൂടിയിട്ടുണ്ട്. അതിന്റെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പൊ കളർ വെക്കണം കുറെ ഓരോരുത്തർ കളറിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. നല്ല മനസ്സും നല്ല നന്മയും പ്രവൃത്തികളും അതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത്. ഒരിക്കലും കളറല്ല അതൊക്കെ. എന്നാലും ഓരോരുത്തർക്ക് അവനവന്റെ ഒരു പേഴ്സണൽ ഇഷ്ടം ഉണ്ടാവുമല്ലോ. നമുക്ക് എന്തോ ഒരു മുടി വേണം, കളർ വേണം, അല്ലെങ്കിൽ അങ്ങനെ സ്കിൻ നല്ലതായിരിക്കും, അങ്ങനെയൊക്കെ ഓരോരുത്തർ പേഴ്സണൽ ചോയ്സ് ആണല്ലോ. അപ്പൊ അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ കുറെ പേര് അങ്ങനെ ചോദിച്ചപ്പം അതിൽ തെറ്റില്ല. നമുക്ക് നമ്മുടെ സ്വന്തം ഇഷ്ടം എന്താണോ അത് തെറ്റില്ല. എനിക്കൊക്കെ ഒത്തിരി കളർ വെക്കുന്ന ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് കേട്ടോ. എന്ന് വെച്ചാൽ എനിക്ക് കളർ കുറവുള്ളവർ ഇഷ്ടമില്ല എന്നൊന്നും അല്ല, അത് തെറ്റാന്നും അല്ല, ഒന്നും അല്ല. അങ്ങനെയാണ്. എനിക്കും ഒത്തിരി കളറൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നന്നായിട്ട് കളർ വെക്കുന്നത് എനിക്കിഷ്ടം. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ കളർ എന്ന് പറയുന്നത് അതിന്റെ പുറകിലെ സയൻസ് എന്താണെന്ന് മനസ്സിലാവണം. നമ്മുടെ ശരീരത്തിന് ഇങ്ങനെ ഒരു ഇരുണ്ട നിറം കൊടുക്കുന്നത് മെലാനിൻ എന്ന് പറയുന്ന ഒരു വസ്തുവാണ്, രാസവസ്തുവാണ്. അപ്പൊ ആ രാസവസ്തു നമ്മുടെ ശരീരത്ത് കുറയുമ്പോഴാണ്
അപ്പൊ നമ്മുടെ ശരീരത്ത് എന്തോരം മെലാനിന്റെ അളവ് കുറയുന്നു അതനുസരിച്ച് നമുക്ക് കളറ് കൂടി 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 തോന്നും. അതാണ് അതിന്റെ ഒരു ബാക്ക് സയൻസ് എന്ന് പറഞ്ഞത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പുറമേ കുറെ പേരൊക്കെ ഇങ്ങനെ ഗ്ലൂട്ടാത്തിയോൺ അങ്ങനത്തെ ഇഞ്ചക്ഷൻ എടുക്കുന്നു, ടാബ് എടുക്കുന്നു. അതൊക്കെ എടുത്തുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ട്? മീൻസ് ഞാൻ അതിനൊന്നും പ്രോത്സാഹിപ്പിക്കുന്നില്ല ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ മെഡിക്കൽ ഫീൽഡിലുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അതൊക്കെ ഒരു മെഡിസിൻ ആണ്, ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിരിക്കുന്ന മെഡിസിൻ ആണ്. അതൊന്നും ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളതൊക്കെ ഭയങ്കരമായിട്ട് അതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ചൊരു തീരുമാനം എടുക്കേണ്ട കാര്യങ്ങളാണ്. എന്തായാലും പേഴ്സണലി ഞാനൊന്നും പ്രിഫർ ചെയ്യുന്നില്ല. എനിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടോ ഞാനത് പ്രിഫർ ചെയ്യുന്നില്ല. അങ്ങനെയുണ്ട്. അതിൻ്റെതായ കാര്യങ്ങളും അതിൻ്റെതായ മെറിറ്റും ഡീമെറിറ്റും ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് എപ്പോഴും പ്രശ്നങ്ങൾ ഇല്ലാത്ത വിധത്തിലേക്കുള്ള കാര്യങ്ങൾ ചൂസ് ചെയ്യുന്നതല്ലേ എളുപ്പം. അപ്പൊ ആ രീതിയിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ശരീരത്തെ മെലാനിന്റെ അളവ് കുറയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, അപ്പൊ നമ്മുടെ ശരീരത്തെ മെലാനിന്റെ അളവ് കുറയുക എന്നുള്ള ആ ഒരു രീതിയിലേക്കുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. പ്രധാനമായിട്ട് നമ്മൾ നല്ല ആന്റി ഓക്സിഡന്റ് അടങ്ങിയ ഫുഡ് അങ്ങനത്തെ സംഗതികളൊക്കെ കഴിക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ക്യാരറ്റ്, ബീട്രൂട്ട്, ആപ്പിള്, ഓറഞ്ച്, ലെമൺ അങ്ങനെ കുറെ കാര്യങ്ങളിൽ കൂടി നമുക്ക് നല്ല ആന്റി ഓക്സിഡന്റ് കിട്ടുകയും ചെയ്യും. അതായത് നമുക്ക് ശരീരത്തിലെ മെലാനിന്റെ അളവ് കുറഞ്ഞു കുറഞ്ഞു വരുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ ശരീരത്തിനുള്ളിൽ തന്നെ നിർമ്മിക്കപ്പെടാൻ ആവശ്യമായ ധാതുക്കളും മിനറൽസും വിറ്റാമിൻസും കിട്ടുന്ന ഫുഡ് ഐറ്റംസ് നമ്മൾ കഴിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ചോയ്സ് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മൾ പുറമേയൊക്കെ പോകുമ്പോൾ ഓവർ പിഗ്മെന്റേഷൻ ഒന്നും അടിക്കാതിരിക്കാൻ, പിന്നെ സൺബേൺ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി സൺസ്ക്രീൻ ജെല്ല് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഏതെങ്കിലും ഒരു ബെസ്റ്റ് ആയിട്ടുള്ള സാധനം, ഏറ്റവും വില കുറഞ്ഞത് നോക്കാതെ PF എന്ന് പറയുന്ന അങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ. അപ്പം അതില് ഒരു 30 എങ്കിലും മിനിമം ഉള്ളത്, 30+ എങ്കിലും മിനിമം ഉള്ളത്, 50, 55 വരെ 60 ഒക്കെ ഉള്ളതുണ്ട്. അപ്പൊ ഒരു 30 എങ്കിലും മിനിമം ഉള്ളത് നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ അത് തീരെ വില കുറഞ്ഞതൊന്നല്ലാതെ അത് നമുക്ക് ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയാന്നുള്ള ഒരു ബോധത്തോടെ അത്യാവശ്യം നല്ലത് അങ്ങനെ സൺസ്ക്രീൻ ജെല്ലും കൂടി നമ്മൾ മേടിക്കാം. അപ്പൊ അതെന്തായാലും നമ്മൾ മുഖത്തും കഴുത്തേലും ഇങ്ങനെ നമ്മുടെ ഡ്രസ്സിന്റെ പുറമേ കാണുന്ന ഭാഗങ്ങളിലൊക്കെ നമ്മളൊന്ന് പുരട്ടിയിട്ട് പോവുകയാണെങ്കിൽ അതും ഒരു നല്ല ചോയ്സ് തന്നെയാണ്, പിഗ്മെന്റേഷൻ അടിച്ച് അങ്ങനെ ഡാർക്കായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ബാക്കി കാര്യങ്ങൾ ഞാനിത് പാക്ക് ചെയ്യുന്ന കൂടുതൽ പറയാട്ടോ, അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന എന്റെ പാക്കിങ് മുടങ്ങി പോകാം. ഇതിന്റെ സൗണ്ട് കാരണം അല്ലെങ്കിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട് എന്ന് കേൾക്കുമില്ല. അപ്പൊ ഞാൻ ഓവർ വോയിസ് ആയിട്ട് പറയാവേ. അപ്പൊ അതിനെക്കുറിച്ച് പറയാനുള്ള കുറച്ച് കാര്യങ്ങള്, എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു തരാം കൂട്ടുകാരെ. മനുഷ്യരുടെ ശരീര നിറം പ്രധാനമായും തീരുമാനിക്കുന്നത് മെലാനിൻ എന്ന പ്രകൃതിദത്ത പിഗ്മെന്റ് ആണ്. ഇത് നമ്മുടെ ചർമ്മം, മുടി, കണ്ണുകൾ എന്നിവയ്ക്ക് നിറം നൽകുന്നു. ഇനി നമുക്ക് മെലാനിൻ എന്താന്ന് നോക്കാം. മെലാനിൻ നിർമ്മിക്കുന്നത് ചർമ്മത്തിലെ തന്നെ മെലനോസൈറ്റ് എന്ന കോശങ്ങളാണ്. ഇത് ശരീരത്തെ പ്രത്യേകിച്ച് സൂര്യപ്രകാശത്തിലെ UV കിരണങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനാണ് ഈ ഒരു മെലനോസൈറ്റ് പ്രകാരം നമ്മുടെ മെലാനിൻ ശരീരത്തുണ്ടാകുന്നത്. അപ്പൊ തീയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്ന് പറയുന്നത് ബെസ്റ്റ് ചോയ്സ് ആണ്. ഭക്ഷണത്തിൽ കൂടി നമുക്ക് കിട്ടുന്ന ഘടകങ്ങൾ കൂടിയാണ് നമുക്ക് നല്ല കൊളാജൻ ഉണ്ടാകാനും അതുപോലെ തന്നെ മെലാനിന്റെ അളവ് കുറയ്ക്കാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന്റെ ഒരു ഇലാസ്റ്റിസിറ്റി ഒക്കെ കൂടുന്ന വിധത്തിലുള്ള എല്ലാ ഘടകങ്ങളും ഉണ്ടാവാൻ വേണ്ടി, വൈറ്റമിൻ D അടക്കം എല്ലാം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഭക്ഷണത്തിൽ കൂടിയാണ് ഏറ്റവും ബെസ്റ്റ് ചോയ്സ്. ഇനി എന്തുകൊണ്ടാണ് ചിലർക്ക് കൂടുതൽ കറുപ്പ് നിറം വരുന്നത്, ചിലർക്ക് കൂടുതലായി വെളുപ്പ് നിറം വരുന്നത് നോക്കാം. അതിന്റെ പ്രധാനമായിട്ടും ജനിതക സ്വഭാവം ഉണ്ടാവും, പാരമ്പര്യമായിട്ട് കിട്ടുന്നത്. പിന്നെ കൂടുതൽ സൂര്യപ്രകാശം അടിക്കുന്നവർക്ക് ഈ പറഞ്ഞ പോലെ മെലാനിൻ കൂടുതലായിട്ട് ശരീരത്തിൽ ഉണ്ടാകും. ഹോർമോൺ മാറ്റങ്ങൾ, ചില മരുന്നുകൾ, ഇൻഫ്ലമേഷൻ, അതുപോലെ പോഷകക്കുറവ്, ചില രോഗങ്ങൾ, ഇതൊക്കെ ചിലരുടെ ശരീരത്തിൽ കൂടുതൽ കറുപ്പ് നിറം വ്യാപിക്കാൻ കാരണമാകും. കൂടുതൽ മെലാനിൻ മീൻസ് കൂടുതൽ ഇരുണ്ട നിറം, കുറവ് മെലാനിൻ മീൻസ് വെളുത്ത നിറം. അതാണ് അതിന്റെ ഒരു സയൻസ്. ഇനി നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് മെലാനിൻ ഉണ്ടാകുന്നത് എന്ന് നോക്കാം. ശരീരത്തിൽ തൈറോസിൻ എന്ന അമിനോ ആസിഡിൽ നിന്ന് മെലാനിൻ നിർമ്മിക്കപ്പെടുന്നത്. ഇത് പ്രധാനമായി പ്രവർത്തിക്കുന്നത് ഈ ഒരു തൈറോസിനേസ് എന്ന ഒരു എൻസൈം സജീവമായിട്ടുണ്ടെങ്കിൽ മെലാനിൻ കൂടുതലായിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ ശരീരത്തിൽ തൈറോസിനേസ് എന്ന് പറയുന്ന എൻസൈം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഭക്ഷണ സാധനങ്ങൾ അല്ലെങ്കിൽ ആന്റി ഓക്സിഡന്റ് അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ മെലാനിൻ നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കപ്പെടില്ല. അപ്പൊ നമുക്ക് കൂടുതൽ നിറം കൂടി കൂടി വരും. അതാണ് അതിന്റെ പുറകിലെ ഒരു സയൻസ്. അപ്പൊ ഇനിയിപ്പോ സയൻസിൽ മെലാനിൻ കുറയ്ക്കാൻ എന്തൊക്കെ മാർഗങ്ങൾ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. സൂര്യപ്രകാശം കുറയ്ക്കുക, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അധികം ഒരുപാട് ഹാർഡായിട്ടുള്ള വെയിൽ കൊള്ളുന്നത് ഒഴിവാക്കുക. അതായത് UV റേസ് മെലാനിൻ ഉത്പാദനം വർദ്ധിപ്പിക്കും. അതാണ് നമ്മൾ സൂര്യപ്രകാശം മാക്സിമം കുറയ്ക്കൂ എന്ന് പറയുന്നത്. പിന്നെ സൺസ്ക്രീൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതേപോലെ കടുത്ത
വെയിൽ ഒഴിവാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഉച്ചയ്ക്കും രാവിലെയും അങ്ങനെയൊക്കെയുള്ള കടുത്ത വെയിൽ ഒഴിവാക്കണം. പിന്നെ അധികം പുറത്തൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ കുറച്ച് ഫുൾ സ്ലീവ് ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ട് പോവുകയാണെങ്കിൽ അതായിരിക്കും ബെറ്റർ. ഇനി ഭക്ഷണം വഴി നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ മെലാനിൻ പൂർണ്ണമായിട്ട് നിർത്താനൊന്നും ഭക്ഷണത്തിന് കഴിയില്ല. പക്ഷേ ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട് നമ്മുടെ ശരീരത്ത്. അത് കുറച്ച് കൊണ്ടുവരുവാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് നമുക്ക് വെളുപ്പ നിറത്തിലേക്ക് മാറാൻ പറ്റും, മെലാനിന്റെ ഉത്പാദനം കുറയ്ക്കാൻ പറ്റും. അതായത് വൈറ്റമിൻ സി ഉള്ള ഭക്ഷണ സാധനങ്ങൾ കൂടുതൽ കഴിക്കണം നിങ്ങൾ. അതിൽ പെടുന്നതാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓറഞ്ച്, നാരങ്ങ, നെല്ലിക്ക, പേരയ്ക്ക, ആപ്പിള്, ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, ഇതൊക്കെ വൈറ്റമിൻ സി ധാരാളമായിട്ട് നമുക്ക് കിട്ടും. അതായത് വൈറ്റമിൻ സി ഈ തൈറോസിനേസ് എന്ന് പറയുന്ന ഈ ഒരു എൻസൈമിന്റെ ആക്ടിവിറ്റി കുറയ്ക്കാൻ സഹായിക്കുമെന്ന് സയൻസ് പറയുന്നു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തൈറോസിനേസ് എന്ന് പറയുന്ന ആ ഒരു എൻസൈം അതാണ് മെലാനിൻ കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കുന്നത്. അപ്പൊ അതിനെ കുറയ്ക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഭക്ഷണസാധനങ്ങൾ നമ്മൾ കഴിക്കുവാണെങ്കിൽ അത് ഒരുപാട് ഉപകാരമാകും. അങ്ങനെ നോക്കുവാണെങ്കിൽ ഞാൻ ഭക്ഷണത്തിൽ കൂടുതലായിട്ടും ഉൾപ്പെടുത്താൻ കിട്ടുമ്പോൾ ഒക്കെ കഴിക്കുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് അവോക്കാഡോ, സ്പിനാച്ച്, ബ്രോക്കോളി കേട്ടോ. പിന്നെ ഗാർലിക് നന്നായിട്ട് ഭക്ഷണത്തിൽ നമുക്ക് ഉൾപ്പെടുത്താം കേട്ടോ. അടുത്ത കൂട്ടുകാരെ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, വൈറ്റമിൻ ഇ ഉള്ള ഭക്ഷണ സാധനങ്ങൾ കൂടുതൽ കഴിക്കാം. നേരത്തെ ഞാനൊരു വാക്ക് പറഞ്ഞില്ലേ, ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ആ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറച്ച് സ്കിൻ ഡാമേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് വൈറ്റമിൻ ഇ. അപ്പൊ അത് അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ നട്ട്സ്, അതുപോലെ ബദാം, അങ്ങനെയുള്ള സംഗതികളൊക്കെ ആ രീതിക്ക് നോക്കുവാണെങ്കിൽ ഞാൻ എപ്പോഴും ആ ഒരു രീതിക്കുള്ള ഒരു പിടി നട്ട്സ്, ഒരു പിടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടിയാണ് കേട്ടോ. പലതരം നട്ട്സ് ഞാൻ ഇതിനു മുമ്പും വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, എന്തെല്ലാം നട്ട്സുകളാണ് ഞാൻ കഴിക്കുന്നതെന്നുള്ളത്. അത് പിന്നെ പ്രധാനമാണ് വെള്ളവും ഉറക്കവും കേട്ടോ. അതായത് നന്നായിട്ട് വെള്ളം കുടിക്കണം, നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കണം. പിന്നെ അത്യാവശ്യം നന്നായിട്ട് ഉറങ്ങുകയും വേണം. ഉറങ്ങുന്ന സമയത്തെങ്കിലും നല്ല സ്വസ്ഥമായിട്ട് ലൈറ്റ് ഒന്നും ഇല്ലാതെ നന്നായിട്ട് കർട്ടനൊക്കെ വലിച്ചിട്ടിട്ട് നന്നായിട്ട് ആ ഒരു രീതിയിലേക്ക് ഉറങ്ങുക. വെള്ളം കുടിക്കാന്ന് പറയുന്നത് വളരെ പ്രധാനം. ഒന്നിച്ച് കുറേ വെള്ളം അങ്ങ് കുടിക്കുകയല്ല ചെയ്താൽ അന്നേരം സോഡിയം പൊട്ടാസ്യം നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു പോകും. ഒരു 2 ഗ്ലാസ് വെള്ളമൊക്കെ ഒരു സമയത്ത്, അല്ലെങ്കിൽ 1 ഗ്ലാസ് വെള്ളം, പിന്നെ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ 1 ഗ്ലാസ് വെള്ളം, ആ ഒരു രീതിയിൽ, അല്ലെങ്കിൽ 1-1.5 ഗ്ലാസ് വെള്ളം, ആ രീതിയിൽ. ഈ വെള്ളം എന്ന് പറയുമ്പോൾ വെറും പച്ചവെള്ളം മാത്രമല്ല, എല്ലാം നമ്മൾ കുടിക്കുന്ന ജ്യൂസോ കഞ്ഞിവെള്ളമോ എല്ലാം അതിൽ പെടുകൂട്ടോ. എങ്ങനെയാണെങ്കിലും വെള്ളത്തിന്റെ കണ്ടന്റ് നമ്മുടെ ശരീരത്തിൽ എത്തുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം കേട്ടോ. ഈ മെലാനിൻ എന്തിനാണ് ശരീരത്തിനെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, മെലാനിൻ വെറും നിറം നൽകുന്ന ഒരു പദാർത്ഥം മാത്രമല്ല കേട്ടോ, അത് ശരീരത്തിന്റെ ഒരു നാച്ചുറൽ പ്രൊട്ടക്ഷൻ ഷീൽഡ് എന്ന് തന്നെ പറയാം. അതായത് സൂര്യപ്രകാശത്തിലുള്ള UV റേഡിയേഷൻ ഉണ്ടല്ലോ, അത് നമ്മുടെ DNA ഡാമേജ് ചെയ്യും. അതിൽ നിന്ന് സ്കിൻ സെല്ലിനെ സംരക്ഷിക്കാൻ വേണ്ടി ശരീരം മെലാനിൻ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അതായത് ഈ കൂടുതൽ ചൂടുള്ള രാജ്യങ്ങളിലെ ആളുകൾക്ക് കൂടുതൽ ഇരുണ്ട സ്കിൻ ടോൺ കാണാം. അത് പ്രകൃതി തന്നെ അങ്ങനെ കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പൊ ശരീരത്തിൽ മെലാനിൻ എവിടെയാണ് ഉണ്ടാകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്കിന്നിന്റെ ഏറ്റവും താഴെയുള്ള എപ്പിഡെർമിസ് ലെയറിലുള്ള മെലാനോസൈറ്റ് എന്ന് പറയുന്ന ആ സെല്ലുകൾ, ഇവയാണ് മെലാനിൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തൈറോസിൻ എന്ന ഒരു അമിനോ ആസിഡും പിന്നെ എൻസൈം റിയാക്ഷനും കൂടി നടക്കുമ്പോഴാണ് മെലാനിൻ ഉണ്ടാകുന്നത്. അപ്പൊ ഈ തൈറോസിനേസ് എന്ന് പറയുന്ന ആ ഒരു എൻസൈം കൂടുതൽ ആക്റ്റീവ് ആകുമ്പോൾ കൂടുതൽ മെലാനിൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും. അപ്പൊ തൈറോസിനേസ് കുറയ്ക്കാനാണ് നമ്മൾ നോക്കുന്നത് പലതരം ഭക്ഷണ സാധനങ്ങളിൽ കൂടി. അങ്ങനെ കുറച്ച് വെളുപ്പ് നിറം വേണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ. അപ്പൊ നമുക്ക് ചില സംശയമൊന്നും, ചിലവർക്ക് എന്താ ഇതൊന്നും കഴിക്കാതെ തന്നെ ഭയങ്കര ഒടുക്കത്തെ വെളുത്ത നിറമാണല്ലോ, അങ്ങനെ നമുക്ക് സംശയം തോന്നും. അതിനൊരു കാരണമുണ്ട് കേട്ടോ, അത് ജെനറ്റിക്സ് ആണ്. അതായത് അവരുടെ മെലാനോസൈറ്റ് ആക്ടിവിറ്റി നാച്ചുറലി തന്നെ കുറവായിരിക്കും. അതായത് കുറവ് മെലാനിനും, അങ്ങനെ അതുകൊണ്ട് തന്നെ അവർക്ക് ലൈറ്റർ ആയിട്ടുള്ള നല്ല വെളുത്ത സ്കിൻ ടോണും ആയിരിക്കും. മെലാനിൻ കുറയ്ക്കാൻ അതുകൊണ്ട് സയൻസിൽ പറയുന്ന ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് തൈറോസിനേസ് ആക്ടിവിറ്റി കുറയ്ക്കുക എന്നുള്ളതാണ്. അതാണ്. അപ്പൊ അതിനു വേണ്ടിയാണ് കുറെ സ്കിൻ ലൈറ്റനിങ് പ്രൊഡക്റ്റ് ഒക്കെ പുറമെ അല്ലാതെ നമ്മൾ പെരട്ടും ഗ്ലൂട്ടാത്തിയോൺ പോലെയുള്ള ടാബൊക്കെ എടുക്കും, ഇഞ്ചക്ഷൻ എടുക്കും, അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഈ ഒരു തൈറോസിനേസ് എന്ന് പറയുന്ന ഈ ഒരു എൻസൈമിന്റെ ആക്ടിവിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കുക എന്നുള്ളതാണ്. അതായത് ഫ്രീ റാഡിക്കൽ സ്കിൻ ഡാമേജ് ചെയ്യുമ്പോൾ പിഗ്മെന്റേഷൻ കൂടാം. അപ്പൊ ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്, അതിനെക്കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പൊ അത് നമ്മുടെ ശരീരത്തെ കുറയ്ക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു പിഗ്മെന്റേഷൻ, മെലാനിൻ പിഗ്മെന്റേഷൻ കൂടുന്ന പ്രോസസ്സ് കുറയ്ക്കാൻ പറ്റും. അതായത് ഈ ഫ്രീ റാഡിക്കൽസ് സ്കിന്ന് ഡാമേജ് ചെയ്യുമ്പോൾ പിഗ്മെന്റേഷൻ കൂടും. അപ്പം ആന്റി ഓക്സിഡന്റ് ആണ് ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഏറ്റവും ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറയുന്ന ഒരു മെഡിക്കൽ കണ്ടീഷൻ ഉണ്ട്. അപ്പൊ അത് കുറയ്ക്കാൻ വേണ്ടി ഏറ്റവും സഹായിക്കുന്നത് ആന്റി ഓക്സിഡന്റ് അടങ്ങിയ ഭക്ഷണ സാധനങ്ങളാണ്. അതിൽ പെടുന്നതാണ് ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, ആപ്പിള്, ഓറഞ്ച്, നാരങ്ങ, പേരയ്ക്ക, പിന്നെ നെല്ലിക്ക, സ്പിനാച്ച്, ബ്രോക്കോളി, നട്ട്സ്, ഇതൊക്കെ. അപ്പൊ ഞാൻ ഇതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ മുതലാണ് എന്റെ ശരീരത്തിന്റെ ആ ഒരു ഇരുണ്ട നിറം കുറഞ്ഞു വരാൻ തുടങ്ങിയത് കേട്ടോ. ഇത്തരം കാര്യങ്ങളെ കുറിച്ച് നിറം കൂടുതൽ വെക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി. അപ്പൊ ഇതിലേതെങ്കിലുമൊക്കെ ഘടകങ്ങൾ നിങ്ങൾക്കും അതുപോലെ തന്നെ ചെയ്യാമല്ലോ. നമ്മുടെ ചുറ്റുമുള്ള എല്ലാം നമുക്ക് എന്താ പറയാ എത്തിപ്പിടിക്കാൻ പറ്റുന്ന സാധനങ്ങൾ തന്നെയാണ് ഞാനും കഴിക്കുന്നത്. അപ്പൊ അതേ രീതിക്കൊക്കെ നോക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ശരീരത്തിന് കൂടുതൽ നിറം വെച്ച് വരും.
മൂന്ന് കാര്യങ്ങളാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതായത് ആന്റി ഓക്സിഡന്റ് എഫക്റ്റും പിന്നെ തൈറോസിൻ എന്ന് പറയുന്ന ആ ഒരു എൻസൈമിന്റെ റിഡക്ഷനും പിന്നെ കൊളാജിൻ സപ്പോർട്ടും. കൊളാജിൻ സപ്പോർട്ടിന് ഏറ്റവും നല്ലത് നമ്മൾ ഈ വൈറ്റമിൻ ഡി ഉള്ള സാധനങ്ങൾ, ഭക്ഷണ സാധനങ്ങൾ കഴിക്കുക. പിന്നെ അതിൽ ഗീ ഒക്കെ അതിൽ പെടും കേട്ടോ. അതേപോലെ നട്ട്സ്, ഗീ അങ്ങനത്തെ സംഗതികളൊക്കെ പെടും. അതുപോലെ തന്നെ മില്ലറ്റ്സ് അങ്ങനെയുള്ള സംഗതികളൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ആ ഒരു കൊളാജിൻ സപ്പോർട്ട് കിട്ടും. അപ്പൊ നമ്മുടെ സ്കിന്നിന് നല്ല ഇലാസ്റ്റിസിറ്റി ഒക്കെ കൂടി നല്ല ഭംഗിയായിട്ട് ഇരിക്കുകയും ചെയ്യും. പിന്നെ വൈറ്റമിൻ സി ഉള്ള സാധനങ്ങൾ കഴിക്കുക എന്നുള്ളതാണ്. നമുക്ക് നിറം വെക്കണം, അതുപോലെ നമ്മുടെ സ്കിന്നിന്റെ ചുളിവ് പോകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ പ്രധാനമായിട്ടും നമ്മൾ ഒഴിവാക്കേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഓവർ ഷുഗർ കഴിക്കുന്നത്. വളരെ നേർത്ത അളവിൽ മാത്രം, കുറച്ച് ഷുഗർ നമുക്ക് ആവശ്യമുണ്ട് നമ്മുടെ ബ്രെയിനിന്റെ ആക്ടിവിറ്റിക്കൊക്കെ. അപ്പൊ അതൊക്കെ വളരെ നേർത്ത അളവിൽ മാത്രം ഷുഗർ നമ്മൾ ഉപയോഗിക്കുക. ഈ ഫ്രൂട്ട്സിൽ നിന്ന് കിട്ടുന്ന ഷുഗറും ഷുഗർ തന്നെയാണ്, അല്ലാതെ പഞ്ചസാര തന്നെ കലക്കി നമ്മൾ ചായയിൽ ഇടണമെന്നൊന്നുമില്ല ഷുഗർ കിട്ടണമെങ്കിൽ. അപ്പൊ ഷുഗർ കൂടുതലായിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു കൂടി മനസ്സിലാക്കി വെച്ചോളൂ. കൊളാജിൻ ഡാമേജ് ഉണ്ടാവും. അപ്പൊ നമ്മുടെ ചുളിവ് കൂടും, ഇലാസ്റ്റിസിറ്റി പോകും, ഇൻഫ്ലമേഷൻ ഉണ്ടാവും ശരീരത്തിന്. പിന്നെ ഡൾ സ്കിൻ ആകും. പിന്നെ നമ്മുടെ ഈ ആക്നെ മാർക്കൊക്കെ ഉണ്ടല്ലോ, പിന്നെ പിമ്പിൾസ് ഒക്കെ വന്നതിന്റെ മാർക്കൊക്കെ കൂടുതൽ ഇങ്ങനെ ഡാർക്ക് ഇരുണ്ട പോലെ ആകും. അതുകൊണ്ട് എന്തൊക്കെ വന്നാലും നമ്മൾ ശരീരത്ത് ഷുഗർ കുറയ്ക്കുക എന്നുള്ളതാണ്. അതായത് ചായയിലാണെങ്കിലും ഭക്ഷണത്തിലാണെങ്കിലും ഷുഗർ നന്നായിട്ട് കുറയ്ക്കണം. ചുരുക്കി പറഞ്ഞാൽ ഇച്ചിരി നിറമൊക്കെ വെച്ച് സ്കിന്നൊക്കെ നല്ല പളവള തിളങ്ങി നിൽക്കണമെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ഷുഗർ കുറയ്ക്കണം എന്നർത്ഥം. അടുത്ത് നമ്മൾ എല്ലായിടത്തും കേട്ടിട്ടില്ലേ, നമ്മളിപ്പോ ഫാമിലി പ്രോബ്ലം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രോഗം, എന്തെങ്കിലും സ്ട്രെസ്സുകൾ, പിന്നെ അങ്ങനെ സ്ട്രെസ് കൂടുതൽ അടിക്കുമ്പോൾ അത് നമ്മുടെ സ്കിന്നിനെ വളരെ മോശമായിട്ട് ബാധിക്കും. ആ കാലഘട്ടത്തിൽ നമ്മൾ ഇരുണ്ട് പെരണ്ടിരിക്കുന്ന പോലെ തോന്നും. അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടില്ല? അതിന്റെ പുറകിലുള്ള കാരണം എന്ന് വെച്ചാൽ സ്ട്രെസ് കൂടുമ്പോൾ കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ കൂടും. അപ്പൊ ഇൻഫ്ലമേഷനും കൂടും, ആക്നെ പോലെയുള്ള നമ്മളെ പിമ്പിൾസ്, ആക്നെ അങ്ങനത്തെ എല്ലാം കൂടും, പിഗ്മെന്റേഷൻ വല്ലാതെ കൂടും, ഇരുണ്ട നിറം കൂടും. അതുകൊണ്ടാണ് നമ്മൾ സ്ട്രെസ് അടിക്കുന്നത് കുറയ്ക്കണം, നന്നായിട്ട് വെള്ളം കുടിക്കണം, ഹാപ്പി ആയിട്ടിരിക്കണം, പാട്ടൊക്കെ കേട്ട് മൈൻഡ് ശാന്തമായിട്ട് വെക്കണം എന്ന് പറയുന്നതിന്റെ ഒരു സയൻസ് അതിന്റെ പുറകിലുള്ളത്. കോർട്ടിസോൾ കൂടാതിരിക്കാൻ. കോർട്ടിസോൾ കൂടിയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ പിഗ്മെന്റേഷനും കൂടും. ഇതൊക്കെ സയൻസ് ആണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ വളരെ സത്യമായ കാര്യമാണെന്ന് മനസ്സിലാവട്ടെ. എന്റെയൊക്കെ ജീവിതത്തിൽ ഞാൻ ഈ ഫാമിലി പ്രോബ്ലങ്ങളിൽ കൂടിയും നാർസിസ്റ്റ് അബ്യൂസിൽ കൂടിയൊക്കെ പോകുന്ന കാലഘട്ടത്തിൽ നമ്മൾ ഇരുണ്ട് പിന്നെ നീര് വെച്ച് ആകെ ഡള്ളായി, സ്കിന്നൊക്കെ ഡാമേജ് ആയി, നമ്മൾ ആകെ ഏജ് ലുക്കായിട്ട് ആ ഒരു രീതിയിലേക്ക് പെട്ടെന്ന് പോകും. ഉള്ള ഏജിനേക്കാളും കൂടുതലായിട്ട് സ്കിന്നൊക്കെ ചുളിഞ്ഞ്, ഇതൊക്കെ ഈ ഓവർ കോർട്ടിസോൾ നമ്മുടെ ശരീരത്ത്. പിന്നെ ആ ഫാമിലി പ്രോബ്ലം ഒക്കെ ഒതുങ്ങി നമ്മൾ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ എല്ലാം സൗന്ദര്യമൊക്കെ തിരിച്ചു വരും. അപ്പൊ എല്ലാരും പറയുമല്ലോ, അയ്യോ ഇപ്പൊ അവള് എന്താ ആ ഫാമിലി പ്രോബ്ലത്തിൽ നിന്ന് പുറത്തു കടന്നു കഴിഞ്ഞപ്പോ അവളെ കാണാൻ മിടിക്കായി, അങ്ങനെ അവള് പറയില്ലേ ചിലവരെ. ആ ഒരു രീതിക്ക് പറയുന്നത് ഈ ഒരു കാരണങ്ങൾ കൊണ്ടാണ് കേട്ടോ. ഉറപ്പായിട്ടും ഈ ഒരു കോർട്ടിസോളിന്റെ അളവ് കുറയുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്ന് ഒരുപാട് നല്ലതാവാൻ തുടങ്ങും. അതുപോലെ പിഗ്മെന്റേഷൻ കുറയുന്നതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി ഒന്ന് തിളക്കമുള്ളവരായിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. നമുക്ക് ഫീൽ ചെയ്യുന്നില്ല, അതാണ് റിയാലിറ്റി. നമ്മൾ പുറമേ നിന്ന് ഇങ്ങനെ സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് ഒത്തിരി അങ്ങനത്തെ മരുന്നുകള് അങ്ങനെയൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഭയങ്കരമായ അപകടങ്ങളും കൂടി ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. അതായത് അതിൽ സ്റ്റീറോയിഡ് ചിലപ്പോൾ കണ്ടന്റ് ഉണ്ടാകും, അത് ഭയങ്കരമായിട്ട് നമ്മളെ മോശമായിട്ട് ബാധിക്കും. പിന്നെ മെർക്കുറിയുടെ കണ്ടന്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ ഹൈഡ്രോക്വിനോൺ ഓവർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റേതായ കുറെ സൈഡ് എഫക്ട് ഉണ്ട്. ഈ സംഗതികളൊക്കെ എന്താ സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ് കെമിക്കൽ ആയിട്ടുള്ള സംഗതികൾ. അപ്പൊ നമ്മൾ അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. കെമിക്കൽ ആഡഡ് ആയിട്ടുള്ള ക്രീമുകളോ ലോഷനുകളോ അല്ലെങ്കിൽ മെഡിസിൻസോ ഒന്നും നമ്മൾ യൂസ് ചെയ്യാനേ പാടില്ല. എന്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഏറ്റവും സേഫ് ആയിട്ടുള്ള മാർഗങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. വളരെ നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുക, ആ കൂടെ നമ്മൾ ഫുഡിലും കോൺസെൻട്രേറ്റ് ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ആ സ്കിൻ ഇലാസ്റ്റിസിറ്റിയും കൂടും, അതുപോലെ നമ്മുടെ സ്കിന്നിന്റെ നിറവും കൂടി വരും ഉറപ്പായിട്ടും. എന്തായാലും ഈ വീഡിയോ നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഞാൻ വ്യക്തമായി പറഞ്ഞുകൊള്ളട്ടെ. സൗന്ദര്യം എന്ന് പറയുന്നത് ഒരിക്കലും വെളുപ്പല്ല. അത് സയന്റിഫിക്കലി നോക്കുകയാണെങ്കിലും ഫെയർനെസ് എന്ന് പറയുന്ന അല്ല സൗന്ദര്യം എന്ന് പറയുന്നത്. ഹെൽത്തി സ്കിൻ ആണ് യഥാർത്ഥ ബ്യൂട്ടി ഇൻഡിക്കേറ്റർ. അത് ഉറപ്പായിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. പിന്നെ ഓരോരുത്തരുടെ ആഗ്രഹം, ഇപ്പൊ എനിക്ക് ആഗ്രഹമുണ്ട്, അതുപോലെ എന്നെ പോലെ ആഗ്രഹമുള്ള കുറെ പേരുണ്ടാവും കുറച്ചും കൂടി നിറം വെക്കണമെന്ന്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്റെ അനുഭവങ്ങളും സയൻസിന്റെ ബേസിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ലാതെ ഒരിക്കലും സൗന്ദര്യം എന്ന് പറയുന്നത് വെളുപ്പല്ല, ഇരുണ്ട നിറമുള്ളവർക്ക് സൗന്ദര്യം ഇല്ല എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. സ്കിന്നിന്റെ ഹെൽത്ത് ആണ്, സ്കിന്നിന്റെ ഹെൽത്തും പിന്നെ അതിലൊക്കെ ഉപരിയായിട്ട് നോക്കുവാണെങ്കിൽ മനസ്സിന്റെ നന്മയുമാണ് ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത്. അതെപ്പോഴും മനസ്സിൽ വെച്ചേക്കണം. പിന്നെ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പൊ മുടി വളരുക, നിറം വെക്കുക, അതൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാം എന്ന് മാത്രം. അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്തത് കേട്ടോ. അല്ലാതെ വെളുത്ത നിറത്തെ പ്രോത്സാഹിപ്പിക്കുകയും കറുത്ത നിറം മോശമാണ് അങ്ങനെ കൺസെപ്റ്റേ ഈ വീഡിയോയ്ക്ക് ഇല്ല കേട്ടോ.
ഓരോ വട്ടം ഇങ്ങനെ ടേബിളിൽ കൊണ്ടുവെക്കുന്ന നമ്മൾ അത് പാക്ക് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഇതുപോലെ പ്ലാസ്റ്റിക് ചാക്കിലേക്ക് മാറ്റൂട്ടോ, എന്നിട്ട് വരാന്തയുടെ ആ ഒരു അരിയിൽ കൊണ്ടുവെക്കും. അടുത്ത ട്രിപ്പ് വീണ്ടും ടേബിളിൽ കൊണ്ടുവച്ചിട്ട് പാക്ക് ചെയ്യൂട്ടോ. ഇതിന്റെ ഇടയ്ക്ക് ഇന്ന് ഭയങ്കരമായിട്ട് കറണ്ട് പോകും, അപ്പൊ അതുകൊണ്ട് എനിക്ക് മുഴുവൻ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇതിപ്പോ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ പറയുവാണ്, ഇതെല്ലാം എന്താ കറണ്ട് ഇല്ലാതെ ഞാൻ ഷൂട്ട് ചെയ്താണ് കേട്ടോ. അപ്പൊ വെട്ടമില്ലാതെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഇതൊക്കെയാണ് കൂട്ടുകാരെ എന്റെ ഒരു രാവിലത്തെ എന്റെ ഒരു വർക്ക് എന്ന് പറയുന്നത്. അത്യാവശ്യം രാവിലത്തെ ജോലികളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെണ്ണെ എല്ലാ ദിവസവും നമ്മൾ സൺഡേ ഒഴിച്ച് കൊറിയർ വിടുന്നുണ്ട്. അപ്പൊ കൊറിയർ പാക്കിംഗ് ഉണ്ട്. പിന്നെ അതിന്റെ ഇടയ്ക്ക് ചില ദിവസങ്ങളിലൊക്കെ ഞാൻ ഔട്ട് സൈഡ് പോകുന്ന ദിവസങ്ങളിൽ ഞാൻ സ്കിപ്പ് ചെയ്യും. കൊറിയർ ആ രീതിക്കാണ്. അപ്പൊ ഓരോന്നും ഇതുപോലെ പാക്ക് ചെയ്ത് എടുത്ത് വെച്ചിട്ട് അടുത്ത ടേബിളിലേക്ക് കൊണ്ടുവരും. അങ്ങനെ ഇന്നൊരു 3-4 തവണ ഇതുപോലെ ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ട്. 3 ട്രിപ്പും കൂടി ഇവിടെ ടേബിളിലേക്ക് കൊണ്ടുവച്ച് പാക്ക് ചെയ്തു കേട്ടോ. അപ്പോഴത്തേക്കും കറണ്ട് പോയി. ഇനിയിപ്പോ ഇത് ഫൈനൽ പാക്കിംഗ് ആണ്. ഇതും കൂടി ഞാൻ എന്തായാലും പാക്ക് ചെയ്യാം. എൻഡിൽ നമുക്ക് സംസാരിക്കാൻ ഓർത്തു, പക്ഷെ നടക്കുന്നില്ല, കറണ്ട് ഇല്ല. രക്തശാലി ഫേസ് പാക്കും അതുപോലെ കസ്തൂരി മഞ്ഞളും, രക്തശാലി ഫേസ് പാക്കും കസ്തൂരി മഞ്ഞളും മില്ലറ്റ്സും അതുപോലെ തന്നെ കറി മഞ്ഞളുമാണ് അവർ മേടിച്ചിരിക്കുന്നത്. ഇവർ മേടിച്ചിരിക്കുന്നത് ഗീയും മില്ലറ്റ്സും പ്ലെയിൻ ലിബാമും ആണ് കേട്ടോ. മില്ലറ്റ്സ് എല്ലാവരും മേടിക്കുന്നുണ്ട് കേട്ടോ കൂട്ടുകാരെ, അത് അത്രയും നല്ലതാണ്. ശരിക്കും പറഞ്ഞാൽ പൊന്നാങ്കണ്ണിച്ചേരിയാണ്, പക്ഷെ ഞാനത് കൂട്ടുന്നില്ല. ഞാൻ അവരുടെ പൈസ റിട്ടേൺ കൊടുക്കും. കാരണം അത് വേര് പിടിപ്പിച്ചല്ല, ഞാൻ കുറച്ച് പറിച്ചിട്ടേ ഉള്ളൂ. ഇതിനകത്ത് അത് സേഫ് ആയിട്ട് കിട്ടുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ഇപ്പൊ എന്റെ പൊന്നാങ്കണ്ണി ചീര പിന്നെ സ്റ്റോക്കിലില്ല കേട്ടോ, വേര് പിടിപ്പിച്ചത്. അത് കസ്തൂരി മഞ്ഞളും അതാണ് അവർ മേടിച്ചേക്കുന്നത്. ഇത് പിന്നെ അന്ന് ഞാനൊരു വീഡിയോയിൽ സാരി എടുത്തൊരു വീഡിയോ ഇട്ടില്ലേ, അതിന്റെ ഒരു 10 മാല എന്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അതിലൊരു മാല ഒരാൾ ചോദിച്ചിട്ടുണ്ട്, അപ്പൊ അത് ഞാൻ എടുത്തിട്ടുണ്ട് പാക്ക് ചെയ്യാൻ. പിന്നെ ഇതാ ലിബാമാണ്, ഇത് ആശാളിയേരിയും അതുപോലെ തന്നെ ഇതാ വയനാട് കറിമഞ്ഞളുമാണേ. പിന്നെ ഇത് നമ്മുടെ ബാംഗിൾസ് ആണ്. നല്ല ഭംഗിയുള്ള ബാംഗിൾസ് ഞാനൊരു വീഡിയോയിൽ കാണിച്ചിരുന്നു. ഒരു നെറ്റിന്റെ ഒരു കവറിംഗ് ഉണ്ട് അതിന്റെ മുകളിൽ കൂടെ. പിന്നെ നല്ല അടിപൊളിയാണ്, ആണ് അതിന്റെ ഇൻസൈഡ്. അതുകൊണ്ട് അടിപൊളിയാണ് കേട്ടോ. ഈ ഒരു വള 2 സെറ്റ് ഒരു മേടിച്ചിട്ടുണ്ട്. 2 എണ്ണമാണ് ഒരു സെറ്റിൽ ഉണ്ടാവുക. അപ്പൊ അതും മേടിച്ചിട്ടുണ്ട് പാക്ക് ചെയ്തിട്ടോ. അപ്പൊ ബാക്കി എന്തെങ്കിലും പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ ഒരു വാട്സ്ആപ്പ് നമ്പറിലേക്ക്, സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് എനിക്ക് ഹായ് വിട്ടോളൂ. അല്ലെങ്കിൽ www.wonderhealth.in എന്ന് പറയുന്ന നമ്മുടെ വെബ്സൈറ്റിൽ കുറെ പ്രോഡക്റ്റുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഫുൾ അതിലില്ല, വാട്സ്ആപ്പിൽ തന്നെയാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും എന്റെ വാട്സ്ആപ്പിലേക്ക് വരുന്നതായിരിക്കും ബെറ്റർ. അവിടെ ആകുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ ചോദിച്ച് എടുത്ത് അങ്ങനെ പിന്നെ മെസ്സേജ് വിട്ടിട്ട് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുകയും ചെയ്യാം. അപ്പൊ ശരി കൂട്ടുകാരെ, ഇനിയിപ്പോ കറണ്ടൊക്കെ ഉള്ള ദിവസം ഞാൻ അടുത്ത ദിവസം ഷൂട്ട് ചെയ്തിട്ട് വീഡിയോ കാണിക്കാട്ടോ. അപ്പൊ ശരി, അടുത്ത ദിവസം നമുക്ക് വീണ്ടും കണ്ടുവിട്ടാം. അതുവരെ സ്റ്റേ ഹെൽത്തി. ബൈ ബൈ.